വിദ്യാർത്ഥികളെ കൊണ്ട് ജയ് ശ്രീറാം വിളിപ്പിച്ച തമിഴ്നാട് ഗവർണർ ആർ.എൻ. രവിക്കെതിരെ പ്രതിഷേധം തുടരുന്നു. പദവിയിൽ നിന്ന് ആർ.എൻ. രവിയെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട്ടിലെ അക്കാദമിക് സമൂഹം രംഗത്തെത്തി. മധുരയിൽ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലെ സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴായിരുന്നു ഗവർണർ വിദ്യാർത്ഥികളെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ചത്. മധുരയിലെ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളെ കൊണ്ടാണ് തമിഴ്നാട് ഗവർണർ ജയ് ശ്രീറാം മുദ്രാവാക്യം ഏറ്റുവിളിപ്പിക്കുന്നത്. പ്രസംഗം ഉപസംഹരിക്കവെയായിരുന്നു ആർ.എൻ. രവിയുടെ ജയ് ശ്രീറാം വിളി. ഈ പ്രവൃത്തിയിലൂടെ ഗവർണർ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയെന്നും പദവിയിലിരിക്കാൻ യോഗ്യത നഷ്ടമായെന്നും തമിഴ്നാട്ടിലെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നുള്ള വിവിധ സംഘടനകളും വ്യക്തികളും ചൂണ്ടിക്കാട്ടുകയാണ്. വിദ്യാഭ്യാസം മതനിരപേക്ഷമായി നടത്തേണ്ടതാണ്. ഇതിന് വിരുദ്ധമായ നടപടിയാണ് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതെന്ന് സ്റ്റേറ്റ് പ്ലാറ്റ്ഫോം ഫോർ കോമൺ സ്കൂൾ സിസ്റ്റം കുറ്റപ്പെടുത്തി. DMK, കോൺഗ്രസ്, CPI കക്ഷികളും പ്രതിഷേധം രേഖപ്പെടുത്തി രംഗത്ത് വന്നു. ഗവർണറെ പദവിയിൽ നിന്ന് നീക്കണമെന്നാണ് പ്രതിപക്ഷ കക്ഷികളുടെ പൊതുവികാരം. ബില്ലുകൾ തടഞ്ഞുവെച്ച വിഷയത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടതിനു ശേഷം ഗവർണർ പങ്കെടുത്ത ആദ്യത്തെ പരിപാടിയായിരുന്നു മധുരയിൽ നടന്നത്. 300-ലധികം രാമായണങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു. ആനന്ദ രാമായണം, അത്ഭുത രാമായണം, അടിയ രാമായണമുണ്ട്, അധ്യാത്മ രാമായണമുണ്ട്, വാൽമീകി രാമായണമുണ്ട്. ഇപ്പൊ ലാഹോറിലുള്ള രാമായണത്തില് രാവണന്റെ മകളാണ് സീത എന്ന് വരെ കേൾക്കുന്നുണ്ട്. ഏത് രാമനെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്? ഒരാളെ പുറയിൽ നിന്ന് അമ്പ് ചെയ്ത് വന്ന രാമനെ മാതൃകയാക്കാൻ എനിക്ക് മനസ്സില്ലെങ്കിൽ, അല്ലെങ്കിൽ ഭാര്യയെ ചാരിത്രശുദ്ധി സംശയിച്ച് ഒഴിവാക്കിയ ശ്രീരാമന് ഒരു മാതൃകയാകാൻ എനിക്ക് സമ്മതമല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ആവണം എന്ന് വാശി പിടിക്കാൻ നിങ്ങൾ ആരാണ് എന്നാണ് ചോദിച്ചത്.